ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് ഡേവിഡ് ഓഫിൻ്റെ കൂൾ വാട്ടർ ആണ്. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ഡിസൈനർ ഫ്രാഗ്രൻസ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരുപക്ഷെ പലരും ഇത് ഓൺ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ പല റിവ്യൂസിലും പല വീഡിയോസിലും കണ്ടു ഇത് ഒരു ലോങ് ലാസ്റ്റിംഗ് അല്ല, പുതിയ വേർഷൻസ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ കണ്ടു. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിവ്യൂ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഞാനൊരു 3 to 4 hours ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതെങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് എന്ന്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം നമ്മളൊരു 4 hours ഇപ്പോൾ പെർഫ്യൂം അടിച്ചിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 to 15 minutes ആയപ്പോൾ ഇതിന്റെ ടോപ്പ് നോട്ട്സ് പോയി. പിന്നീട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കൂടിയാണ് പെർഫ്യൂം ലാസ്റ്റ് ചെയ്തുള്ളൂ. അതിൽ മിഡ് നോട്ട് ബേസ് നോട്ട് സെപ്പറേറ്റ് തിരിച്ചറിയാനൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു 1.5 മണിക്കൂർ പെർഫോം ചെയ്തു. അതിനുശേഷം അത് സ്കിൻ സെന്റ് ആയിട്ട് മാറി. ഇപ്പോഴും നമുക്ക് ചെറുതായിട്ട് ആ സ്മെല്ല് കിട്ടും, പക്ഷെ പ്രൊജക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സമ്മറിൽ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂം അല്ല. അപ്പോൾ വിന്റർ ടൈമിലോ ഒക്കെ ആണെങ്കിൽ കുറെ കൂടി ലാസ്റ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ സമ്മർ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് സ്മെല്ല് കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും ക്രൗഡ് പ്ലീസിങ് ആയിട്ടുള്ള സ്മെല്ലൊക്കെയാണ്. ആർക്കും ഒരു ഇഷ്ടക്കുറവോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇതിന്റെ ഈ ലോഞ്ചിവിറ്റി ആൻഡ് സിലേഷ്, അതാണ് ഇതിലെ പ്രശ്നം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. സോ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.